സോഷ്യൽ മീഡിയ മൊത്തത്തിൽ പേളിമാണിക്ക് എതിരാണ്. പേളിയിട്ട പോസ്റ്റിന് താഴെ എല്ലാവരും നിരവധി കമൻറ്റുകളുമായി എത്തിയപ്പോൾ കമൻറ്റ് ബോക്സ് ഒഴിവാക്കി പേളിപ്പോയി. അതിനുശേഷം പേളിയുടെ പതനമാണെന്ന് വേണം പറയാൻ. ഇത്രയും നാൾ പേളിയെ സപ്പോർട്ട് ചെയ്തവരെല്ലാം എതിർത്ത് പറയുകയാണ്. പണ്ട് 2017 ഞങ്ങളെല്ലാവരും പേളിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് രഞ്ജിനിയായിരുന്നു ശരിയെന്നത് പേളി തന്നെ വീണ്ടും തെളിയിക്കുകയാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പേളി തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ രഞ്ജിനിയും പേളിയും ഈയൊരു പ്രതിഷേധത്തിൽ നിൽക്കേണ്ടി വന്നു. ഡൽഹിയിലെ ജനതാ മന്ദിർ സ്റ്റുഡൻസ് പ്രക്ഷോഭത്തിൽ പിള്ളേരോടെല്ലാം വീട്ടിൽ പോയി വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞ പേളിയുടെ പോസ്റ്റിന് താഴെ നിരവധി ട്രോളുകളാണ് വരുന്നത്. പേളിക്കെതിരെ നിരവധി പേരെത്തുന്നു. എന്നാൽ രഞ്ജിനി ആ ഒരു പ്രൊട്ടസ്റ്റിന് കുട്ടികളുടെ കൂടെ നിന്നു. പേളിയാവട്ടെ അവരോട് വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാൻ പറയുന്നു. എന്താണ് പേളിമണി ഉദ്ദേശിക്കുന്നത്? നാളത്തെ ഒരു ജനറേഷനാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി വരുമാനമുണ്ട്, അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യമൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പേളിക്ക് നിരവധി അൺഫോളോവേഴ്സിനെത്തി. 5.7 മില്യൺ ഫോളോവേഴ്സിൽ നിന്ന് 5.5 മില്യൺ ഫോളോവേഴ്സായി പേളിയുടെ ഫോളോവേഴ്സ് കുറയാൻ തന്നെ കാരണം പേളിയുടെ ഈ വാക്കുകളാണ്. എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ പേളിക്ക് എതിരായിരിക്കുകയാണ്. പകരം രഞ്ജിനി ഹരിദാസിന് സപ്പോർട്ടും കൂടി. എന്തു ചെയ്യണമെന്നറിയാതെ മിണ്ടാതെ സൈലൻ്റ് ആയിരിക്കുകയാണ് പേളിമണി. കൂട്ടത്തിൽ സിബി മലയിൽ എന്ന ഡയറക്ടറിനെ മോശമായി പറഞ്ഞതിനെതിരെ നിരവധി നടീനടന്മാരും പേളിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്.